ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ന്യൂമറിക്കൽ സെക്ഷൻസിലാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. കോൺവെക്സ്, അതായത് ഏത് ലെൻസുമായി ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽ സെക്ഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽ സെക്ഷൻ ആണ്. അപ്പം കൃത്യമായിട്ടും നിങ്ങളെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിക്കേ എല്ലാവരും. ആ വായിച്ച് നോക്കിയിട്ട് നിങ്ങളൊരു പേനയും ഒരു നോട്ട് ബുക്കും എടുത്തുകൊണ്ടിരുന്നേ. ഇന്ന് നമ്മൾ ന്യൂമറിക്കൽ സെക്ഷൻ സെറ്റാക്കും. നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ്, അതായത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ ഉയരം തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ ഉയരം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് HO ആണ്. HO എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അത് 5 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായും പറയുന്നുണ്ട് അല്ലേ. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞേക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റ് ആ ഒരു ലെൻസിൽ നിന്നും എത്ര ഫ്രണ്ടിലാണ് വെച്ചേക്കുന്നത്, അത് 10 സെന്റിമീറ്റർ ആണ്. ഒരു ലെൻസ്, ഇതാണ് ഒരു ലെൻസ് എങ്കിൽ ഇവിടെ നിന്ന് 10 സെന്റിമീറ്റർ ഫ്രണ്ടിലായിട്ടാണ് എന്ത് വെച്ചേക്കുന്നത്, ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത്. അപ്പം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താ, അത് U ആണ്. അത് U എന്ന് പറയുന്നത് എന്താ പറഞ്ഞേക്കുന്നത്, U എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. സൈൻ ഒന്നും ഇപ്പോഴേ നോക്കണ്ട, ആ തന്നേക്കുന്ന ആ നമ്പറുകളെടുത്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേക്കുന്നത്, അങ്ങനെ ആ ഒരു ലെൻസിന്റെ ഫ്രണ്ടിൽ 10 സെന്റിമീറ്റർ അകലെ വെച്ചേക്കുന്ന ഒരു വസ്തുവിൻ്റെ ഇമേജ് കിട്ടിയത്, ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് 15 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പം ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നു, ഒബ്ജക്റ്റ് 10 സെന്റിമീറ്റർ മുമ്പിലാണ്. ഇമേജ് എവിടെ കിട്ടി, 15 സെന്റിമീറ്റർ അകലെയായിട്ടാണ് ഇമേജ് കിട്ടിയത്. ഇനിയാണ് ഇവിടെ എങ്ങനെയാണ് സൈൻ വരുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് സൈൻ വരുന്നത്, ഞാൻ കൃത്യമായിട്ടും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു. എടാ, ഏത് ലെൻസ് ആയാലും, അത് കോൺകേവ് ലെൻസ് ആയാലും കോൺവെക്സ് ലെൻസ് ആയാലും U എപ്പോഴും എന്താ, നെഗറ്റീവാണ്. U എപ്പോഴും, U എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ക്വസ്റ്റ്യനിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട, നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. എൻ്റെ ഫ്രണ്ടിൽ ഇവിടെ U എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ അല്ലേ, നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. നെഗറ്റീവ് ഇട്ട് കൊടുത്തു. ക്ലിയർ ആണ്? ഇനി ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ആൻ ഒബ്ജക്റ്റ് 5 സെന്റിമീറ്റർ ടോൾ ഈസ് പ്ലേസ്ഡ് 10 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിന്റെ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത്. ദ ഇമേജ് ഫോംഡ് ഈസ് 20 സെന്റിമീറ്റർ ബിഹൈൻഡ് ദ ലെൻസ്. ഫൈൻഡ് ദ മാഗ്നിഫിക്കേഷൻ ആൻഡ് നേച്ചർ ഓഫ് ദ ഇമേജ്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് മാഗ്നിഫിക്കേഷൻ ആണ്. കണ്ടുപിടിക്കേണ്ടത് മാഗ്നിഫിക്കേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ ആൻഡ് നേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ പറഞ്ഞു തരട്ടെ. എടാ, 5 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ്, 5 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഒരു ലെൻസിന്റെ ഫ്രണ്ടിലായി എത്ര സെന്റിമീറ്റർ അകലെ, 10 സെന്റിമീറ്റർ അകലെയായിട്ട് വെച്ചിരിക്കുകയാണ്. അതിന്റെ ഇമേജ് 15 സെന്റിമീറ്റർ അകലെ കിട്ടി. പിന്നെ നമ്മൾ നോക്കേണ്ടത് സൈൻ നോക്കണം. ഞാൻ പറഞ്ഞു, ഏത് ലെൻസ് ആയാലും, അത് കോൺകേവ് ലെൻസ് ആയാലും കോൺവെക്സ് ലെൻസ് ആയാലും U എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചോദ്യത്തിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണം, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. എന്താണ് മാഗ്നിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇക്വേഷൻ ഫോർ മാഗ്നിഫിക്കേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്താണ് പറയാവോ, 2 ഇക്വേഷൻ ഉണ്ടാവും. M = V/U എന്നും M = HI/HO എന്നും പറയുന്ന 2 ഇക്വേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, ഇതിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഏതാ? M = V/U ആണോ, അതോ M = HI/HO ആണോ? ഒന്ന് നോക്കി പറഞ്ഞേ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ട്? യെസ്, ക്വസ്റ്റ്യനിൽ V ഉണ്ട്, ക്വസ്റ്റ്യനിൽ U ഉണ്ട്. കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ ഏത് ഇക്വേഷൻ ആണ് പറ? HI/HO ആണോ, അതോ M = V/U ആണോ നിങ്ങൾ എടുക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ യുവും വിയും ഉണ്ട്. അപ്പൊ എന്തായിരിക്കും നിങ്ങൾ എടുക്കുന്നത്? സ്വാഭാവികമായിട്ടും M = V/U ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി ഒന്നുമില്ല, നോക്കിക്കേ. V എന്ന് പറയുന്നത് 15 + 15 ആണ്. V എന്ന് പറയുന്നത് +15 ആണ്. U എന്ന് പറയുന്നത് -10 ആണ്. അപ്പോൾ എന്താ, M = നോക്കിക്കേ, V/U ആണ്. ആ Vക്ക് പകരം ഞാൻ 15 കൊടുത്തു. 15 കൊടുത്തു, അത് പോസിറ്റീവ് ആണ് കാര്യം.
ഇമേജ് ഉണ്ടാകുന്നത് ബിഹൈൻഡ് ദ ലെൻസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കീവേഡ് ഓർത്ത് വെച്ചേക്കുക, ലെൻസിന്റെ പുറകിലാണ് ഇമേജ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഏത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞാൽ? ലെൻസിന്റെ പുറകിലാണ് ഇമേജ് ഉണ്ടാകുന്നതെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആണ്, വി പോസിറ്റീവ് ആയിരിക്കും. ലെൻസിന്റെ പുറകിൽ ഇമേജ് ഉണ്ടായാൽ വി പോസിറ്റീവ്. പഠിച്ചു വെക്കുക, ലെൻസിന്റെ പുറകിൽ ലെൻസിന്റെ പുറകിൽ എന്താ ഇമേജ് ഉണ്ടായാൽ വി പോസിറ്റീവാ. പഠിച്ചു വെക്കും, ടൂണാറ്റിന്റെ പഠിച്ചു വെക്കും. ലെൻസിന്റെ പുറകിൽ ഇമേജ് ഉണ്ടായാൽ വി പോസിറ്റീവാ. ക്ലിയർ അല്ലേ പറഞ്ഞാൽ? അപ്പൊ ഇങ്ങോട്ട് നോക്കുക, എം ഈക്വൽ ടു വി ബൈ യു ആണ്. അപ്പൊ വി എന്ന് പറയുന്നത് എത്രയാ? +15 ആണ് ബൈ യു. നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാം അതിന് ഉത്തരം എന്ന് പറയുന്നത് -1.5 ആണ്. -1.5 ആണ്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞേ. എങ്ങനെ മനസ്സിലാക്കാം? ഇത് -1.5 ഞാൻ പറഞ്ഞായിരുന്നു. മാഗ്നിഫിക്കേഷനിൽ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ ആ ഇമേജ് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. പഠിച്ചു വെക്ക്, മാഗ്നിഫിക്കേഷൻ എം ഈക്വൽ ടു മൈനസ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ആ ഇമേജ് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. പഠിച്ചു വെക്ക്. ഓക്കെ അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേ, ഞാനത് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ മക്കളെ, അപ്പം ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ടും ചെയ്ത് പഠിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, കോൺകേവിന്റെ ഇമേജ് വരച്ച് പഠിച്ചേ പറ്റൂ. ഉറപ്പായിട്ടും ചോദ്യം കാണും. കാരണം കോൺവെക്സിൽ 6 കേസ് പഠിക്കാനുണ്ട്, കോൺകേവിൽ 2 കേസേ പഠിക്കത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കുട്ടികൾ എന്തേ പഠിക്കത്തുള്ളൂ? 6 കേസ് അത്രയും കിടക്കുകയല്ലേ, അത് പഠിച്ചിട്ട് പോരേ കോൺകേവ്? അങ്ങനെയല്ല. ഇത് മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർ എങ്ങനെ ചിന്തിക്കത്തുള്ളൂ? കുട്ടി 6 ചോദ്യങ്ങൾ പഠിച്ചു, പക്ഷേ കോൺകേവിൻ്റെ 2 ചോദ്യങ്ങൾ പഠിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇത് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ചോദ്യം ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ഈ ന്യൂമറിക്കൽ സെക്ഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം, കോൺകേവിൻ്റെ ഫിഗറും വരച്ച് പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പം അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതുവരെ ഓക്കെ ബൈ, ഐ ആം സൈനിങ് ഓഫ്. ഓക്കെ, താങ്ക് യു.